ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെപ്പോലെ കണ്ണോ ചെവിയോ തൊട്ടറിയാനുള്ള കഴിവോ ഇല്ലാത്ത ഒരു മെഷീന് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന രസകരമായ വിഷയം. അതെ, ഈ ഒരു ചോദ്യത്തിനാണ് നമ്മളിന്ന് ഉത്തരം തേടുന്നത്. ഒരു റോബോട്ട് എങ്ങനെയാണ് അതിന്റെ ലോകത്ത് സ്വന്തമായി വഴി കണ്ടെത്തുന്നത്? നമുക്കതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? അപ്പോ ഒരു റോബോട്ടിന് അതിന്റെ സ്ഥാനം അറിയണമെങ്കിൽ അതിന് ഒരു റെഫറൻസ് പോയിന്റ് വേണം, ഒരടിസ്ഥാനം. ആ അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ കോർഡിനേറ്റ് ഫ്രെയിമുകൾ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു മാപ്പിൽ ഒരു സ്ഥലം കണ്ടെത്താൻ നമ്മൾ ഗ്രിഡ് ലൈനുകൾ ഉപയോഗിക്കില്ലേ? അതുപോലെ ഒരു റോബോട്ടിന് അതിന്റെ ലോകത്തെ ഓരോ പോയിന്റും മനസ്സിലാക്കാനുള്ള ഒരു ഗ്രിഡ് സിസ്റ്റമാണ് ഈ കോർഡിനേറ്റ് ഫ്രെയിം. റോബോട്ടിന്റെ ഒരു അഡ്രസ് ബുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാധാരണ ഗ്രാഫ് പേപ്പറിൽ നമുക്ക് വെറും XY ആക്സിസുകൾ മതി. പക്ഷേ റോബോട്ടുകൾ ജീവിക്കുന്നത് ഒരു 3D ലോകത്തല്ലേ? അതുകൊണ്ട് അവയ്ക്ക് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും മാത്രം ചിന്തിച്ചാൽ പോരാ, മുകളിലേക്കും താഴേക്കും ചിന്തിക്കണം. അതായത് Z ആക്സിസ് കൂടി വരും. പോരാത്തതിന് അതിന്റെ ചരിവും തിരിയുന്ന രീതിയുമെല്ലാം കണക്കിലെടുക്കണം. അതാണ് 3D ഫ്രെയിമിന്റെ പ്രത്യേകത. ഇതൊരു തരം യൂണിവേഴ്സൽ ലാംഗ്വേജ് പോലെയാണ്. ലോകത്തെവിടെയുള്ള ഒരു റോബോട്ടിക്സ് എഞ്ചിനീയർക്കും ഈ നിറങ്ങൾ കണ്ടാൽ റോബോട്ടിന്റെ ചലനത്തിന്റെ ദിശ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ചുവപ്പ് മുന്നോട്ട്, പച്ച ഇടത്തോട്ട്, നീല മുകളിലേക്ക്. ഇത് പൊതുവായൊരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കും. ശരി, അപ്പൊ കോർഡിനേറ്റ് ഫ്രെയിം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഒരു റോബോട്ടിന് ഒരൊറ്റ ഫ്രെയിം മതിയോ? ഇല്ല. അതിന് ക്യാമറയുണ്ട്, കൈകളുണ്ട്, ചക്രങ്ങളുണ്ട്. ഇതിനെല്ലാം അതിന്റേതായ ഫ്രെയിമുകളുണ്ടാകും. അപ്പൊ ഇവയെല്ലാം തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? അവിടെയാണ് ട്രാൻസ്ഫോം ഫ്രെയിമുകൾ അഥവാ TFന്റെ പ്രാധാന്യം വരുന്നത്. ഈയൊരു ഉപമ ശരിക്കും കിടിലനാണ്. ഒരു മരം പോലെ. റോബോട്ടിന്റെ പ്രധാന ശരീരം മരത്തിന്റെ തടിയാണെങ്കിൽ അതിലെ ക്യാമറയും കൈകളുമൊക്കെ ഓരോ കൊമ്പുകളും ചില്ലകളുമാണ്. എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ഈ TF സിസ്റ്റമാണ് എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പശ പോലെ പ്രവർത്തിക്കുന്നത്. റോബോട്ടിന്റെ ക്യാമറ അതിന്റെ ചക്രങ്ങളിൽ നിന്നും എത്ര അകലെയാണെന്നും ഏത് ദിശയിലാണെന്നും അതിന്റെ കൈ ശരീരവുമായി എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും കൃത്യമായൊരു കണക്ക് സൂക്ഷിക്കാൻ ഈ സിസ്റ്റം സഹായിക്കുന്നു. ഇതൊരു ഹൈറാർക്കി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും മുകളിൽ, അതായത് അടിസ്ഥാനമായി ഓടും എന്ന ലോക ഫ്രെയിമുണ്ടാവും. ഇത് റോബോട്ട് യാത്ര തുടങ്ങിയ സ്ഥലമാണ്. അതിനോട് ബന്ധിപ്പിച്ച് റോബോട്ടിന്റെ ശരീരമായ ബേസ് ലിങ്ക് വരും. ഇനി ആ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ലേസർ സെൻസറിന് ലേസർ ലിങ്ക് എന്നൊരു ഫ്രെയിം കാണും. ഇങ്ങനെ ഓരോന്നും മറ്റൊന്നുമായി ബന്ധിപ്പിച്ചാണ് ഈ ട്രീ അഥവാ മരമുണ്ടാകുന്നത്. ഇനി നമ്മൾ വരുന്നത് ഇതിന്റെയൊക്കെ ഒരു പ്രോസസ്സിലേക്കാണ്. ഈ ഫ്രെയിമുകൾ എല്ലാം ഉപയോഗിച്ച് റോബോട്ട് അതിന്റെ സ്വന്തം ചലനം എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത്? ആ പ്രക്രിയയാണ് നമ്മൾ ഓഡോമെട്രി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു തരം കണക്കുകൂട്ടലാണ്. ഇത് ശരിക്കും നമ്മൾ കണ്ണടച്ചു പിടിച്ച് നമ്മുടെ കാലടികൾ മാത്രം എണ്ണി നോക്കി വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. റോബോട്ട് അതിന്റെ സ്വന്തം ചലനങ്ങളെ, അതായത് ചക്രങ്ങൾ എത്ര കറങ്ങി, ശരീരം എത്ര തിരിഞ്ഞു എന്നൊക്കെ നോക്കി താനിപ്പോൾ എവിടെയായിരിക്കും എന്ന് ഊഹിക്കുകയാണ്. അതുകൊണ്ടാണ് കണക്കാക്കപ്പെട്ട എന്ന വാക്ക് ഇവിടെ വളരെ പ്രധാനം. ഓഡോമീറ്ററി തരുന്ന ഡേറ്റ കാണാൻ നല്ല സ്മൂത്തൊക്കെയാണ്. തുടർച്ചയായി ഒരു പൊസിഷൻ എസ്റ്റിമേറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അല്ല, ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട്. അതെ, ഡ്രിഫ്റ്റ്. ഇതാണ് ആ പ്രശ്നം. ഓഡോമേട്രി ഒരു എസ്റ്റിമേഷൻ, അതായത് ഒരു ഊഹം മാത്രമായതുകൊണ്ട് ചെറിയ ചെറിയ പിഴവുകൾ വരാം. ഇപ്പോ വീലൊന്ന് തെന്നിപ്പോയാലോ അല്ലെങ്കിൽ നിലം അത്ര നിരപ്പല്ലെങ്കിലോ ഒക്കെ ചെറിയ തെറ്റുകൾ വരും. ഈ ചെറിയ തെറ്റുകൾ ഓരോ നിമിഷവും കൂടിക്കൂടി വന്ന് റോബോട്ട് വിചാരിക്കുന്ന സ്ഥാനവും അതിന്റെ യഥാർത്ഥ സ്ഥാനവും തമ്മിൽ വലിയൊരു വ്യത്യാസം വരും. ഇതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ കണക്കുകൂട്ടലുകൾക്കൊക്കെ വേണ്ട ഡേറ്റ റോബോട്ടിന് എവിടുന്നാ കിട്ടുന്നത്? വെറുതെ ഊഹിക്കാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി ചില പ്രത്യേക സെൻസറുകൾ റോബോട്ടിനുണ്ട്. നമുക്ക് അവയൊന്ന് പരിചയപ്പെടാം. 2 പ്രധാനപ്പെട്ട സെൻസറുകളാണ് ഇതിന് പിന്നില്. ഒന്ന് എൻകോഡറുകൾ. അത് ചക്രങ്ങൾ എത്രത്തോളം കറങ്ങിയെന്നളക്കും. അതിൽ നിന്ന് ദൂരവും വേഗതയും കിട്ടും. രണ്ടാമത്തത് IMU. അത് റോബോട്ടിന്റെ ചരിവും തിരിയുന്ന വേഗതയുമൊക്കെ അളക്കും. ഇവ രണ്ടും ഒരുമിച്ചാണ് ഓഡോമെട്രിയുടെ ഡേറ്റ ഉണ്ടാക്കുന്നത്. എൻകോഡറുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്.
റോബോട്ടിന്റെ ചക്രങ്ങൾക്കുള്ളിലിരിക്കുന്ന സെൻസറുകളാണിത്. ചക്രം കറങ്ങുമ്പോൾ അത് എത്ര ടിക്സ് അല്ലെങ്കിൽ എത്ര ചെറിയ ഭാഗങ്ങൾ കറങ്ങിയെന്ന് എണ്ണിക്കൊണ്ടിരിക്കും. ആ എണ്ണം വെച്ച് റോബോട്ട് എത്ര ദൂരം മുന്നോട്ട് പോയി എത്ര വേഗത്തിൽ പോകുന്നു എന്നൊക്കെ എളുപ്പത്തിൽ കണക്കുകൂട്ടാം. നമ്മുടെ ചെവിക്ക് ശരീരത്തിന് ഒരു ബാലൻസ് തരുന്ന കഴിവുണ്ടല്ലോ. ഏകദേശം അതുപോലെയാണ് റോബോട്ടിന് IMU, അതായത് ഇനേർഷ്യൽ മെഷർമെന്റ് യൂണിറ്റ്. ഇത് റോബോട്ടിന്റെ ഓറിയന്റേഷൻ, അതായത് അതിന്റെ ചരിവ്, റോൾ, പിച്ച്, തിരിവ്, യാവ് എന്നിവയെക്കുറിച്ചുള്ള ഡേറ്റ തരും. അത് മാത്രമല്ല, എത്ര വേഗത്തിലാണ് അത് തിരിയുന്നതെന്നും ഇതളക്കും. അപ്പോൾ സംഭവം ഇതാണ്. എൻകോഡറുകൾ എത്ര ദൂരം പോയി എന്ന് പറയുമ്പോൾ IMU ഏത് ദിശയിലേക്ക് ഏത് രീതിയിൽ തിരിഞ്ഞു എന്ന് പറയും. ഈ രണ്ട് വിവരങ്ങളും കൂടി ചേരുമ്പോഴാണ് റോബോട്ടിന്റെ ഓഡോമെട്രി എന്ന പൊസിഷൻ എസ്റ്റിമേറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമായും ശരിയാവണമെന്നില്ല. ഡ്രിഫ്റ്റ് എപ്പോഴും ഒരു വില്ലനായി അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. റോബോട്ടിന്റെ സ്വന്തം സെൻസറുകൾക്ക് തന്നെ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു റോബോട്ടിന് അതിന്റെ ലോകത്ത് കൃത്യതയോടെ സഞ്ചരിക്കാൻ കഴിയുക? ഈ ഒരു ചോദ്യം റോബോട്ടിക്സിലെ കൂടുതൽ സങ്കീർണമായ